ഹലോ, ഈ കടിച്ച് പറിച്ച് തിന്നുന്ന സാധനം കേട്ടോ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ക്ഷമിക്കണം. ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം 2 ചിക്കൻ കഷ്ണം എടുക്കാം. ചിക്കൻ കഷ്ണം ഞാൻ വെറും 2 കഷ്ണം എടുത്തിട്ടുള്ളൂ. കാരണം ഇതൊരു പരീക്ഷണമാണ്. ഇതെന്താവും എന്നൊന്നും അറിയാത്തത് കൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് വെറും ഞാൻ 2 പീസസ് ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊത്തിട്ട് കൊടുക്കാം. നമ്മുടെ ഫോക്കൊക്കെ വെച്ചിട്ട് കൊത്തിട്ട് കൊടുത്തിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, അങ്ങനെ എല്ലാ ഐറ്റംസും ഇട്ടിട്ട് പിന്നെ മാഗി ക്യൂബ് എൻ്റെ തന്നെ റെസിപ്പി ആട്ടോ. ഞാൻ മറ്റാരും യൂട്യൂബ് ചാനലും കണ്ടിട്ടില്ല. എൻ്റെ തന്നെ ഒരു ഇതിലിട്ടാണ് മാഗി ക്യൂബ്. കുറച്ച് ടേസ്റ്റ് ഇട്ടാൽ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗവും നല്ലോണം മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു 1/4 മണിക്കൂർ നമ്മൾ മാറ്റിക്കണം. പിന്നെ എന്നോട് ഉപ്പിടാൻ മറന്നുകൊണ്ടായിരുന്നു. ഞാൻ രണ്ടാമത് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് ഞാൻ ആകെ 2 ചിക്കൻ കഷ്ണം എടുക്കുന്നത് കൊണ്ട് വെറും ഒരൊറ്റ മുട്ട മതി. പിന്നെ കുറേ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക്, ഉപ്പ്, പിന്നെ മൈദപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൈദപ്പൊടി മിക്സ് ചെയ്തിട്ട് നല്ലോണം നോക്കണം. കാരണം അധികം വെള്ളം പോലെ ആവരുത്, അധികം ലൂസും ആകും. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് ചേർക്കണം. പിന്നെ ഞാൻ മടി കൊണ്ട് ഇങ്ങനെ ചച്ചെടുക്കാക്കി വെച്ചാണ്. പിന്നെ അതിലേക്ക് പാല് മിക്സ് ചെയ്യാം. പാല് ആവശ്യത്തിനനുസരിച്ച്. ഞാൻ അതുകൊണ്ടാണ് ഒരളവൊന്നും കാണിക്കാത്തത്. നമ്മുടെ ഒരു ഇതിൽ അങ്ങ് ലേശം നല്ലൊരു ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് മുക്കിയിട്ട് നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഇടാം. പിന്നെ അധികം ഇത് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അധികം നല്ല സാധനം അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചെടുത്താൽ മതി. ചിക്കൻ അനുസരിച്ചിട്ടുള്ള മസാല ഉണ്ടാക്കിയാൽ മതി. പിന്നെ വേറൊരു പാത്രത്തിൽ മൈദ എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ പാത്രത്തിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. കറക്റ്റ് നമ്മുടെ ഞാൻ വിചാരിച്ചില്ല എത്ര അടിപൊളിയിൽ കിട്ടുമെന്ന്. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ക്യാപ്സിക്കൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ ആയി വന്നിട്ടുണ്ട്. ടേസ്റ്റും പറയുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും ഇല്ല. എനിക്ക് ഇതിൻ്റെ ഫ്രൈഡ് ചിക്കൻ്റെ വലിയ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഷോപ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് മായൊക്കെ ചേർത്തിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കൽ. അപ്പോൾ നമുക്കറിയെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.